KC, VD, RC CM ലോഡിംഗ് ആണ് അങ്ങ് ദില്ലിയിൽ. നേതാക്കൾ ദില്ലിയിലെത്തിയിരിക്കുന്നു. ഇന്നെല്ലാ കണ്ണുകളും ദില്ലിയിലാണ്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി ഹൈക്കമാൻഡ് ഇന്ന് ചർച്ച നടത്തും. നേതാക്കളുമായി സമവായത്തിലെത്തിയാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ നിന്നും നേതാക്കൾ ഇന്നലെ ദില്ലിയിലെത്തിയപ്പോൾ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇന്നലെ രാത്രിയിൽ വൈകിയും ജെൻസി പ്രവർത്തകർ, MSF പ്രവർത്തകരടക്കം ഇന്നലെ കേരള ഹൗസിൽ തിങ്ങിക്കൂടി VD സതീശന് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ്. VD സതീശന് കേരള ഹൗസിൽ ജെൻസി പ്രവർത്തകർ വൻ സ്വീകരണമൊരുക്കി. രമേശ് ചെന്നിത്തല കേരള ഹൗസിലാണ് വരേണ്ടിയിരുന്നതെങ്കിലും ഇത്തരം സംഭവ വികാസങ്ങൾ കണ്ട് രമേശ് ചെന്നിത്തല കേരള ഹൗസിൽ എത്താതെ താമസം മറ്റൊരിടത്തേക്ക് മാറ്റി. അതേസമയം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ VD സതീശനെ അനുകൂലിച്ച് MSF പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. VD സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ബാക്കി പിന്നെ കാണാമെന്നായിരുന്നു MSF പ്രവർത്തകരുടെ പ്രതികരണം. MLA-മാരുടെ പിന്തുണ KCക്കാണ്. പാർട്ടി കീഴ്വഴക്കം അനുകൂലമാകും, ഭരണപരിചയം ഗുണം ചെയ്യും. പക്ഷേ MLA-മാരുടെ പിന്തുണ മാത്രം മതിയോ എന്നതാണ് പ്രധാന ചോദ്യം. ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടിയാകുമോ എന്ന് ആശങ്കയുണ്ട്. ജനവികാരം VDക്കൊപ്പമാണ്. വമ്പൻ ജയത്തിന്റെ ക്രെഡിറ്റ് ഉണ്ട്. പക്ഷേ സമ്മർദ്ദത്തിന് വഴങ്ങണോ എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലെ ചോദ്യം. ഭരണപരിചയം പരിഗണിക്കേണ്ടേ എന്നതും പ്രധാനമാണ്. സീനിയോറിറ്റി നിലവിൽ രമേശ് ചെന്നിത്തലയ്ക്കാണ്. ഭരണപരിചയം അനുകൂലമാണ്. രണ്ടാം ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവല്ല. സമവായ ഫോർമുല വന്നാൽ RCക്ക് തന്നെ നിറയ്ക്കു വീഴുമോ? സസ്പെൻസ് തുടരുകയാണ്. സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, MLA-മാരുടെ പിന്തുണ നോക്കി മുഖ്യമന്ത്രിയെങ്കിൽ KC വേണുഗോപാൽ. ജനവികാരം ഘടകമായാൽ VD സതീശൻ മുഖ്യമന്ത്രി. ഭരണപരിചയവും പാർട്ടിയിലെ സീനിയോറിറ്റിയും ഘടകമായാൽ രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡിന് മുന്നിൽ വെല്ലുവിളികൾ നിരവധി. KC മുഖ്യമന്ത്രിയായാൽ KC ഹൈക്കമാൻഡിന്റെ ഏകപക്ഷീയ തീരുമാനമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. സതീശൻ മുഖ്യമന്ത്രിയായാൽ തെരുവിലെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങിയെന്ന പ്രതീതിയുണ്ടാവും. സമവായ മുഖമെന്ന നിലയിൽ മാത്രമേ രമേശ് പരിഗണിക്കപ്പെടാൻ സാധ്യതയുമുള്ളൂ. ഒറ്റപ്പേരിലേക്ക് എത്തിയാൽ മറ്റു രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ ഒരു ഫോർമുല കൂടി ഹൈക്കമാൻഡിന് മുന്നോട്ട് വയ്ക്കേണ്ടി വരും. അത് ഉപമുഖ്യമന്ത്രി സ്ഥാനമാകുമോ എന്നതാണ് ആകാംക്ഷ. റോഷിപാലും നോബൽ മാരിക്കാരനും ദില്ലിയിൽ നിന്ന് ചേരുന്നു. റോഷിപാൽ ഇന്നലെ നേതാക്കൾക്കൊപ്പം ദില്ലിയിലേക്ക് യാത്ര ചെയ്തിരുന്നു. റോഷി, ഇന്നലെ കേരള ഹൗസിലെത്തിയപ്പോൾ നമ്മൾ കണ്ടത് നാടകീയമായ നീക്കങ്ങളാണ്. ഇന്നിപ്പോൾ പുലർച്ചെ എല്ലാ കണ്ണുകളും ഡൽഹിയിൽ തന്നെയാണ്. ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യം. പല സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഭരണപരിചയവും ഹൈക്കമാൻഡിന്റെ പിന്തുണയും MLA-മാരുടെ പിന്തുണയും KCക്കാണ്. എന്നാൽ ജനവികാരം VDക്ക് അനുകൂലമാണ് എന്നതാണ് പൊതുവിൽ ഇപ്പോൾ പ്രകടനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. UDF ആണ് ഈ ടീം UDFന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ VDയെ പരിഗണിക്കണമെന്നുള്ളതാണ് പല ഘടകകക്ഷികളുടെയും ആവശ്യം. എന്നാൽ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരുപക്ഷെ RC പരിഗണിക്കപ്പെട്ടേക്കാനുള്ള സാധ്യതയും നിൽക്കുന്നു. എന്താണ്, എങ്ങനെയാണ് നേതാക്കളുടെ നീക്കങ്ങൾ? എന്തൊക്കെയാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലെ മാനദണ്ഡങ്ങൾ? നേതാക്കളുടെ പ്രതീക്ഷകൾ എന്താണ്? റോഷിയുമായി ഇന്നലെ എന്തെങ്കിലും പങ്കുവെച്ചോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കേരള ഹൗസിൽ VD സതീശനും KPC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉണ്ട്. ഇന്നലെ 3 നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കം ഒരുമിച്ച് എയർ ഇന്ത്യ വിമാനത്തിലാണ് ദില്ലിയിലേക്ക് എത്തിയത്. ഇന്നലെ ഒരുമിച്ചാണ് അവർ വിമാനത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഈ രണ്ടുപേരും അവർക്ക് വേണ്ടിയുള്ള അവരുടെ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ദില്ലിയിലേക്ക് ഇവരൊക്കെ അനുകൂലിക്കുന്ന നേതാക്കളൊക്കെ വരുന്നുണ്ട്. മെനിഞ്ഞാന്ന് തന്നെ മാത്യു കോളിനാടൻ, AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ദില്ലിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ നൌഷാദ് അലി അടക്കമുള്ളവർ എത്തി. ഇതിൽ ഏറ്റവും പ്രധാനമാവുക MLA-മാരുടെ പിന്തുണയാണ്. അത് പ്രധാന ഘടകമാണ്. അതേസമയം തന്നെ അസാധാരണമായ രീതിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പരസ്യ നിലപാട് സ്വീകരിച്ചത് UDF കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പരിശോധിക്കും. മാത്രവുമല്ല മറ്റു ഘടകകക്ഷികളുടെ നിലപാടടക്കം ഘടകമാണ്. ഇതിൽ മുൻ KPCC അധ്യക്ഷന്മാർ, അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, VM സുധീരൻ, K സുധാകരൻ, K മുരളീധരൻ, ഈ 5 പേരുടെ നിലപാട്, AK ആന്റണിയുടെ നിലപാട്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, MP-മാരടക്കമുള്ളവരുടെ നിലപാട്, ഇതൊക്കെ പരിശോധിക്കും. പക്ഷേ അതിൽ ഏറ്റവും പ്രഥമ പരിഗണന നൽകുക സ്വാഭാവികമായും MLA-മാരുടെ പിന്തുണയാണ്. കാരണം പാർലമെന്ററി പാർട്ടിയിൽ MLA-മാരുടെ ഭൂരിപക്ഷം ആർക്ക് ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രധാന ഘടകമാണ്. പക്ഷെ അവിടെ ഒരു പരാതി VD സതീശനെ അനുകൂലിക്കുന്നവർ ഉയർത്തിയിരുന്നു ആദ്യഘട്ടം മുതൽ. ദീപാദാസ് മുൻഷിയുടെ ഒരു നേതൃത്വത്തിൽ, സാന്നിധ്യത്തിൽ ഇങ്ങനെ അഭിപ്രായം തേടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താൻ MLA-മാർക്ക് കഴിയില്ല എന്ന പരാതിയായിരുന്നു. ആ ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ നിലപാടിലൊക്കെ പ്രതീക്ഷയുണ്ട് VD സതീശന്. അതിനൊപ്പം തന്നെ നടന്ന പ്രകടനങ്ങളൊക്കെ അത് അനുകൂലമാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഈ പ്രകടനങ്ങളും
തെരുവിലുള്ള സമ്മർദ്ദങ്ങളും അത് ഹൈക്കമാൻഡ് എല്ലാ കാലത്തും അത് മുഖവിലക്കെടുക്കില്ല എന്ന് മാത്രമല്ല അത് എതിരായി ഭവിക്കുന്നതാണ് ചരിത്രം. ഏത് സംസ്ഥാനത്തായാലും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. എവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി നടത്തിയാൽ പിന്നീട് ആ നേതാവിന് ഒരു സാധ്യതയും ഇല്ലാതാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രവർത്തകർ അല്ലെങ്കിൽ അനുയായികളൊന്നും ആ കാര്യങ്ങൾ അറിയാതെ അവർ തെരുവിലിറങ്ങി പോസ്റ്റർ കീറും. പ്രത്യേകിച്ച് ആ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ കീറിയതൊക്കെ വൈകാരികമായ ഒരു പ്രതിഷേധം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയുള്ള ഒരാൾ കേരളത്തിൽ നിന്നും നിൽക്കുന്നത് കെ സി വേണുഗോപാലാണ്. അങ്ങനെയുള്ള ഒരാളുടെ പോസ്റ്റർ കീറിയതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഗൗരവത്തോടെ തന്നെയാണ് കാണുക. അതൊക്കെ ഒരു ഘടകമാകും. മാത്രമല്ല അവിടെ ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ നൽകിയ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അതൊക്കെ ഈ സംസ്ഥാനത്ത് വിഭാഗീയത രൂക്ഷമാകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി എന്ന രീതിയിൽ വി ഡി സതീശനെതിരായുള്ള റിപ്പോർട്ടുകൾക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ നടന്ന പ്രകടനങ്ങൾ അത് ഈ പ്രഖ്യാപനം വന്നാൽ വി ഡി സതീശനെ അല്ലാതെ മറ്റൊരാളെ പ്രഖ്യാപിച്ചാൽ നടന്ന ഇതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ട്. ഏതായാലും എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നത്. മധ്യപ്രദേശ് ആയാലും രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലുങ്കാന, അരുണാചൽ പ്രദേശ്, കർണാടക ഇത്രയും സംസ്ഥാനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങൾ. അവിടെ പാർലമെന്ററി പാർട്ടി ലീഡറാകാൻ ഓരോ നേതാക്കൾ ബഹളമുണ്ടാക്കും, പ്രതിഷേധമുണ്ടാകും. പക്ഷേ അവരെ പരിഗണിക്കാറില്ല. ഒടുവിൽ കർണാടകയിൽ വാക്ക് പാലിച്ചിട്ട് പോലുമില്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഡി കെ ശിവകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചു, ഓടി നടന്നു, അവിടെ PCC അധ്യക്ഷനായിരുന്നു. പക്ഷേ ഭരണം ലഭിച്ചപ്പോൾ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുന്നു. പക്ഷേ 2.5 വർഷം കഴിഞ്ഞാൽ പരിഗണന ലഭിക്കുമെന്ന് ഒരു വാക്കുണ്ടായിരുന്നു. പക്ഷേ ആ വാക്ക് പാലിക്കപ്പെട്ടില്ല. സമാനമായി രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ പരിഗണിച്ചില്ല, പകരം അശോക് ഗെഹ്ലോട്ടിന് വേണ്ടി. മധ്യപ്രദേശിൽ കമൽനാഥിനെ കൊണ്ടുവരുന്നു, അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയെ പരിഗണിച്ചിരുന്നില്ല. അതേപോലെ തന്നെ ഓരോയിടത്തും അതിൽ ഛത്തീസ്ഗഡില് ഭൂപേഷ് ബാഗൽ മാറിയതാണ്. രാജസ്ഥാനിൽ ആണ് അന്ന് അശോക് ഗെഹ്ലോട്ടിന്. അതിലൊക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ ആ പ്രതിഷേധങ്ങൾ അവഗണിച്ചു. എന്തിന് ഏറെ പോകുന്നു, 2003-2004 കാലഘട്ടത്തിലാണ് കോൺഗ്രസിൽ കേരളത്തിൽ ഏറ്റവും വലിയ വിഭാഗീയത ഉണ്ടായത് കെ കരുണാകരന്റെ നേതൃത്വത്തിൽ. അന്ന് കെ കരുണാകരൻ തനിച്ചായിരുന്നില്ല. MLA മാർ ഭൂരിഭാഗം കെ കരുണാകരനൊപ്പം, KPCC ഭാരവാഹികൾ പൂർണ്ണമായും കെ കരുണാകരനൊപ്പം, എല്ലാ നേതാക്കളും കെ കരുണാകരനൊപ്പം. എന്നിട്ട് പോലും തെരുവിൽ ആയിരങ്ങളാണ്. അത് നേതാക്കളാണ്. ഇപ്പോൾ നേതാക്കളാരും തെരുവിലിറങ്ങിയിട്ടില്ല. ആ നേതാക്കൾ പോലും തെരുവിലിറങ്ങിയിട്ട് ഹൈക്കമാൻഡ് ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് അങ്ങനെയാണ്. ഇനി പോകുന്നവർ പോകട്ടെ. അങ്ങനെ ഗുലാം നബി ആസാദൊക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയി. എത്ര പേർ, ഹിമന്ത ബിശ്വ പോയി. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതൃത്വം വഴങ്ങാത്തതുകൊണ്ട് പ്രതിഷേധിച്ച വിമത നീക്കം നടത്തിയവർക്ക് പിന്നീട് പാർട്ടി വിട്ടുപോയതാണ് ചരിത്രം. ആരുടെ അതാണ് പാർട്ടിയുടെ കീഴ്വഴക്കവും ചരിത്രവും. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു നിമിഷം ഒന്ന് നോബൽ മാരിക്കാരനിലേക്ക് കൂടി പോകാം. ഒരിക്കൽ കൂടി അതിനു മുമ്പ് നമുക്ക് ഇന്നലെ കേരള ഹൗസിൽ നടന്ന ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ആ ദൃശ്യങ്ങൾ ഇന്നലെ വി ഡി സതീശനെ സ്വാഗതം ചെയ്യുന്ന അവിടുത്തെ ജെൻസി പ്രവർത്തകരുടെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇന്ന് രാവിലെയും ജെൻസി പ്രവർത്തകരൊക്കെ കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഇന്നലെ രാത്രിയിൽ കേരള ഹൗസിൽ നടന്നത്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ 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 വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ അനന്തപുരിയിലെ നേതാവേ അനന്തപുരിയിലെ നേതാവേ വി ഡി സതീശ നേതാവേ വി ഡി സതീശ നേതാവേ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ 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 വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ MSF പ്രവർത്തകരും അവിടുത്തെ ജെൻസി പ്രവർത്തകരുമൊക്കെ KSU പ്രവർത്തകരുമൊക്കെ ഇന്നലെ കേരള ഹൗസിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെയും ജെൻസി പ്രവർത്തകരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സ്വീകരണമാണ് വി ഡി സതീശന് നൽകിയത്. ഇന്നലെ വി ഡി സതീശന് ഇങ്ങനെ ഒരു സ്വീകരണം നൽകുന്നു എന്നതറിഞ്ഞ് ഒടുവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കേരള ഹൗസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി. സണ്ണി ജോസഫിന് മുന്നിൽ MSF പ്രവർത്തകർ വി ഡി സതീശന് അനുകൂലമായ മുദ്രാവാക്യം മുഴക്കുന്നതും ഇന്നലെ നമ്മൾ കണ്ടു. അപ്പോൾ നോബൽ മാരിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്നും. നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ് നോബൽ മാരിക്കാരൻ. ഇന്നത്തെ ദിവസം വളരെ വളരെ നിർണായകമാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഹൈക്കമാൻഡിന്റെ നീക്കങ്ങളിലാണ്. റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു, തീരുമാനം ഏതാണ്ട് എടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എടുത്ത തീരുമാനം അറിയിക്കാനാണ് 3 നേതാക്കളെയും ദില്ലിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്, KPCC പ്രസിഡന്റിനെയും. ഇന്നിപ്പോൾ എന്താകും തീരുമാനമെന്ന് ആണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കേണ്ടത്. ഏതൊക്കെ ഘടകങ്ങൾ KCക്ക് അനുകൂലമാകും, ഏതൊക്കെ ഘടകങ്ങൾ VDക്ക് അനുകൂലമാകും. ഇനി ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇതുവരെയും കാര്യങ്ങളോട് അതിരുവിട്ട് പ്രതികരിക്കാത്ത രമേശ് ചെന്നിത്തലയ്ക്ക് നറുക്കുവിടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? നോബൽ മാരിക്കാരൻ, ഇന്നലെ കേരള ഹൗസിൽ നടന്നത് എന്തിന്റെ സൂചനയായി വേണം മനസ്സിലാക്കാൻ? ഇന്നും ജെൻസി പ്രവർത്തകരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ?
അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി അത് വി ഡി സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, കെ സി വേണുഗോപാലാണോ? ആ ചോദ്യത്തിന് ഉത്തരം വരേണ്ടത് ദില്ലിയിൽ നിന്നാണ്. നിരവധി ഘടകങ്ങൾ എന്താണെങ്കിലും ഇതിൽ പരിഗണിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ ഓരോരോ ഘടകം വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ MLA-മാരുടെ പിന്തുണ കെ സി വേണുഗോപാലിനാണ്. ജനവികാരം വി ഡി സതീശനൊപ്പം, ഭരണപരിചയം, പാർട്ടിയിലെ സീനിയോറിറ്റി എന്നിവ രമേശ് ചെന്നിത്തലയ്ക്ക്. എന്താണെങ്കിലും വിശദമായ ചർച്ചകൾക്കാണ് ഇന്നിപ്പോൾ ദില്ലി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രാവിലെ ദീപാദാസ് മുൻഷി കേരള ഹൗസിലേക്ക് എത്തി KPC അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തും എന്ന വിവരമുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ ഒറ്റയ്ക്കായി ഈ നേതാക്കളെ കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും രാഹുൽ ഗാന്ധി കൂടിയുള്ള ഒരു യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. അവസാനവട്ട ചർച്ചകളിലായിരിക്കും രാഹുൽ പങ്കെടുക്കുക എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേതാക്കളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒരു വട്ടം കൂടി ഹൈക്കമാൻഡ് നേരിട്ട് കേൾക്കും എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശദമായ ചർച്ചകൾക്കായിരിക്കും എന്താണെങ്കിലും ഇന്നിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിരീക്ഷകർ ഇതിനോടകം തന്നെ അവരുടെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണെങ്കിലും ഇതിനോടകം തന്നെ ഹൈക്കമാൻഡ് ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഉണ്ടായ പ്രതിഷേധങ്ങളൊക്കെ വലിയ തരത്തിൽ ഹൈക്കമാൻഡിനെ സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്തരത്തിൽ സണ്ണി ജോസഫിനെതിരെ പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന സ്വരമൊക്കെ ഉയർന്നു. അതും കേരള ഹൗസിൽ സ്വാഭാവികമായി ഇതൊക്കെ ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള അച്ചടക്ക ഇല്ലാത്ത നടപടികളെ ഒരിക്കലും അംഗീകരിക്കാനും ഹൈക്കമാൻഡ് തയ്യാറാകില്ല എന്നാണ് മനസ്സിലാവുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമായിരുന്നു കേരളത്തിൽ ഈ പറഞ്ഞ പരസ്യ പ്രതികരണങ്ങൾ അടക്കം ഒഴിവാക്കണം, അല്ലെങ്കിൽ പ്രകടനങ്ങൾ അടക്കം ഒഴിവാക്കണം എന്ന നിർദ്ദേശമൊക്കെ വന്നു. അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് വലിയ പ്രകടനങ്ങൾ നടന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായി ഉണ്ടായ മാറ്റങ്ങൾ അതൊക്കെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന നടപടികളാണെന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് ഹൈക്കമാൻഡ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് MLA-മാരുടെ പിന്തുണ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബലം എന്ന് പറയുന്നത്. ആ ബലം കൃത്യമായി തന്നെ അദ്ദേഹം ഉപയോഗിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഘടകങ്ങൾ, അതോടൊപ്പം സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 6 വർഷത്തിന് ശേഷം പുതിയൊരാളെ കണ്ടെത്തേണ്ട സാഹചര്യമൊക്കെ കെ സി മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഉണ്ടാകേണ്ടി വരും. നിലവിൽ ജൻസി പ്രവർത്തകരൊക്കെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാറിയിട്ടുണ്ട്. എന്നാൽ ഈ രാവിലെയൊക്കെ ജൻസി പ്രവർത്തകരുടെ സാന്നിധ്യം കേരള ഹൗസിന് മുന്നിലും ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾക്കായിരിക്കും ഇന്നിപ്പോൾ ദില്ലി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒറ്റപ്പേരിലേക്ക് എത്തുമ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം നിലവിൽ MLA-മാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് കെ സി വേണുഗോപാലിനെ ആക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികം കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവാണ്. അത്തരത്തിൽ കെ സിക്ക് ഒരു അവസരം നൽകിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആകുമോ എന്നൊരു ചോദ്യം ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു സമവായ സ്ഥാനാർത്ഥി നിലയിലേക്ക് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക. ജനവികാരം മാനിച്ചുകൊണ്ട് വി ഡി സതീശനെ ആക്കണമെന്ന് പറയുമ്പോഴും ഈ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുട്ടുമടക്കുമോ എന്ന ചോദ്യം അക്കാര്യത്തിൽ ഉയരും. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളാണുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഒറ്റപ്പേരിലേക്ക് എത്തുമ്പോൾ എന്താണ് സമവായ ഫോർമുല, അതായത് ഒരു പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കി 2 പേരെ സമവായത്തേക്ക് കൊണ്ടുവരാൻ എന്താണ് ഹൈക്കമാൻഡ് വയ്ക്കുന്ന ഫോർമുല എന്നതൊക്കെ വലിയ ആകാംക്ഷയാണ്. അതാണെങ്കിലും വിശദമായ ചർച്ചകളാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ചർച്ചകളിൽ ദീപാദാസ് മുൻഷി കൂടി പങ്കെടുക്കും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിന്റെ ചുമതല ജനറൽ സെക്രട്ടറിയാണ്. അത്തരത്തിൽ ദീപാദാസ് മുൻഷിയെ മാറ്റി നിർത്തിയ ചർച്ചയൊന്നും എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ല എന്ന നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നു. വിശദമായ ചർച്ചകൾക്കൊടുവിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനം, ഒരു നിലപാട് നിർണായകമാകും എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ. സംസ്ഥാനത്തേക്ക് അദ്ദേഹം പോകുമ്പോൾ ഉണ്ടാകുന്ന ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ആ ഒരു പ്രവർത്തനം, ആ രീതിയൊക്കെയുണ്ട്. അതുകൊണ്ട് അതൊക്കെ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയും വിശദീകരിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AICCയുടെ ഇമെയിലിലേക്ക് വരുന്ന നിരവധിയായ ലക്ഷക്കണക്കിന് മെയിലുകളുടെ സാന്നിധ്യം, അത്തരത്തിൽ നിരവധി ഘടകങ്ങൾ എന്താണെങ്കിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് പോകുമ്പോൾ ഘടകങ്ങളായി പരിഗണനാ വിഷയങ്ങളായി മാറും എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. എന്നാണെങ്കിലും ഇന്നിപ്പോൾ ഒരു തീരുമാനം അല്ലെങ്കിൽ നാളേക്കുള്ളിൽ തീരുമാനം എത്തുമെന്നാണ്, നാളെ എന്താണെങ്കിലും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ കൃത്യമായി തന്നെ ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായ ചർച്ചകൾ നടത്തി സമവായത്തിലേക്ക് എത്തിക്കാൻ തന്നെയായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനം.